നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു യുദ്ധഭീഷണി മുഴങ്ങുന്നുണ്ട്. ഇനിയും അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടാകുമോ? നമ്മൾ ഇത്ര നാളും കണ്ടുകൊണ്ടിരുന്ന യുദ്ധം എത്തരത്തിലുള്ളതായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് അമേരിക്കയോട് അല്പമെങ്കിലും സ്നേഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അമേരിക്ക വർഷങ്ങളായിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന പേരും പെരുമയും നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഇറാനുമായിട്ട് ഇനിയൊരു യുദ്ധത്തിന് പോവില്ല. പക്ഷെ നേരെ മറിച്ചാണ് ട്രംപ് ചിന്തിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം വീണ്ടും യുദ്ധം നടത്തും. അങ്ങനെ ഒരു യുദ്ധം അമേരിക്ക പുനരാരംഭിച്ചാൽ ഇറാൻ അതിന് വളരെ വ്യക്തമായ മറുപടി കൊടുത്തു കഴിഞ്ഞു. ഇറാൻ പറഞ്ഞത്, അമേരിക്കയും ഇസ്രായേലും ഈ ലോകത്തിലെ ഏറ്റവും മികച്ച മിലിറ്ററികളുള്ള, ഒരുപാട് പണം ചെലവഴിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന മിലിറ്ററികളുള്ള രണ്ട് രാജ്യങ്ങളാണ്. ഈ രണ്ട് രാജ്യങ്ങളും അവരുടെ ഏതാണ്ട് പൂർണ്ണ കരുത്തോടെ തന്നെയാണ് ഞങ്ങളെ ആക്രമിച്ചത്. പക്ഷേ ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ പൂർണ്ണ കരുത്ത് ഈ യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പൂർണ്ണ കരുത്ത് ഇതുവരെ ഉപയോഗിക്കാഞ്ഞത്. ഇനിയും അമേരിക്ക ഒരു യുദ്ധത്തിന് മുതിർന്നു കഴിഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നത്, ഈ യുദ്ധം നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഒരു പ്രാദേശിക യുദ്ധമായിട്ട് ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് മാറുമെന്ന്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ പറയുകയാണ്, യുദ്ധം പ്രാദേശികം മാത്രമായിരിക്കില്ല, മിഡിൽ ഈസ്റ്റിന് പുറത്തേക്കും യുദ്ധം പോകും എന്ന് പറഞ്ഞാൽ, ഇതുവരെ ഇറാൻ അമേരിക്കയ്ക്ക് തിരിച്ചടി കൊടുത്തിരുന്നത് മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ താവളങ്ങൾക്ക് നേരെ മാത്രമാണ്. എന്നാൽ ഇനിയൊരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ അത് മിഡിൽ ഈസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് പോകുമെന്ന് ഇറാൻ പറയുമ്പോൾ അവർ ലക്ഷ്യമിടുന്നത് ഏതൊക്കെ സ്ഥാനങ്ങളെയാണ് എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. അവർ പറയുന്നത്, നിങ്ങൾ അത്ഭുതപ്പെടാനിടയുള്ള പലയിടങ്ങളിലുമായിരിക്കും നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുക എന്നുള്ളതാണ്. അതിൽ അമേരിക്ക തന്നെ ഉൾപ്പെടുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അമേരിക്കയുടെ മെയിൻലാൻഡ് വരെ അതിൽ ഉൾപ്പെടുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്തു തന്നെയായാലും ശരി, വളരെ ശക്തമായ മറുപടി, അല്പം പോലും പതറാതെ, അല്പം പോലും ഭയമില്ലാതെ, അല്പം പോലും ആത്മധൈര്യക്കുറവില്ലാതെയാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളുടെ പോരാട്ടം, ഞങ്ങളുടെ ചങ്കുറപ്പ് കാണാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലല്ല. സോഷ്യൽ മീഡിയയിലൂടെ അർത്ഥമില്ലാത്ത വാക്കുകൾ പറഞ്ഞ് യുദ്ധം ചെയ്യുന്ന രീതി ഞങ്ങൾക്കില്ല. ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് യുദ്ധമുഖത്തായിരിക്കും. അവിടെ നിങ്ങൾ ഞങ്ങളുടെ പോരാട്ട വീര്യം കാണും. നമ്മൾ അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടായ സമയത്ത്, നമ്മളെന്ന് പറയുമ്പോൾ പൊതുവിൽ ലോകത്തുള്ള എല്ലാ ആൾക്കാരും, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തുള്ള നിരവധി പേര് കരുതിയിരുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇതോടെ തീർന്നു എന്നാണ്. കാരണം ലോകത്തിലെ ഒന്നാം നമ്പർ സൈന്യശക്തിയും മിഡിൽ ഈസ്റ്റിലെ ഒന്നാം നമ്പർ സൈന്യശക്തിയും സംയുക്തമായിട്ടാണ് 47 കൊല്ലങ്ങളായിട്ട് ഉപരോധം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിനെ ആക്രമിക്കാൻ പോയത്. ന്യായമായിട്ടും നമ്മൾ ചിന്തിക്കും, ഇറാൻ ഒരു കാലത്തും ഈ യുദ്ധത്തിനെതിരെ പിടിച്ചു നിൽക്കാനേ പറ്റില്ല, അമേരിക്ക അവരെ തീർക്കും. ആയത്തുള്ള അലി ഖമനയെ കൊല്ലപ്പെടുക കൂടി ചെയ്തതോടുകൂടി നമ്മളെല്ലാവരും അത് ഉറപ്പിച്ചതാണ്. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടതെന്താണ്? പിന്നീട് നമ്മൾ കണ്ടത് ലോകത്തൊരു വ്യക്തിയും മനസ്സിൽ പോലും വിഭാവന ചെയ്യാത്ത ഒരു ഇറാനെയാണ്. അമേരിക്കയും ഇസ്രായേലിനെയും അവരൊറ്റയ്ക്കാണ് നേരിട്ടത്. അവരൊറ്റയ്ക്ക് നേരിട്ടിട്ട് അവർ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, അത് അതുപോലെ തന്നെ സംഭവിച്ചത് നമ്മൾ കണ്ടു. അതായത്, യുദ്ധം ഞങ്ങൾക്ക് നേരെ വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളുമായിട്ട് മാത്രമുള്ള ഒരു യുദ്ധമായിരിക്കില്ല, അതൊരു പ്രാദേശിക യുദ്ധമായിട്ട് മാറുമെന്ന്. എന്നാൽ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളൊന്നും തന്നെ ഇറാനെ ആക്രമിക്കാൻ പോകാഞ്ഞത് അവരുടെ ഭാഗ്യമെന്ന് ഞാൻ പറയും. ഇറാൻ എവിടെയെല്ലാം അമേരിക്കയുടെ താവളമുണ്ടോ, മിഡിൽ ഈസ്റ്റിൽ എവിടെയെല്ലാം അമേരിക്കൻ താവളങ്ങളുണ്ടോ, അമേരിക്കയുടെ സ്വത്തുക്കളുണ്ടോ, UAE-യിലുണ്ട്, കുവൈറ്റിലുണ്ട്, ഇറാഖിലുണ്ട്, ഖത്തറിലുണ്ട്, ബഹ്റൈനിലുണ്ട്, ഒമാനിലുണ്ട്, ജോർദാനിലുണ്ട്, അങ്ങനെ എവിടെയെല്ലാം അമേരിക്കൻ ബേസുകളുണ്ടോ ആ ബേസുകൾക്കെല്ലാം നേരെ ഇടതടവില്ലാത്ത ആക്രമണമാണ് ഇറാൻ നടത്തിയത്. ഇതിനു മുമ്പ് നടന്ന യുദ്ധത്തിൽ ഇറാൻ ലക്ഷ്യമിട്ടിരുന്നത് ഇസ്രായേലിനെ മാത്രമായിരുന്നു. ആ സമയത്ത് യുദ്ധം നീണ്ടിരുന്നെങ്കിൽ ഇസ്രായേലിൻ്റെ ശല്യം ഇല്ലാതായാണ്. കാരണം ആ സമയത്ത് ഇസ്രായേലിനെ മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു ഇറാൻ്റെ ആക്രമണം. എന്നാൽ ഇത്തവണ ഇറാൻ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത് അമേരിക്കയാണ്, ഇസ്രായേലിനല്ല. വലിയ ചേട്ടനുള്ളപ്പോൾ അനിയച്ചാർ തൽക്കാലം അവിടെ നിന്നോട്ടെ എന്ന് കരുതി ഇടയ്ക്കും പിടയ്ക്കും ചെറിയ അടി മാത്രമേ ഇസ്രായേലിന് കൊടുത്തുള്ളൂ. പക്ഷേ അമേരിക്കൻ താവളങ്ങളെ തകർക്കുക, അതിന് കിട്ടിയ അവസരം മുതലാക്കുക എന്നത് ഇറാൻ നല്ലപോലെ വിനിയോഗിച്ചു. അമേരിക്കയ്ക്ക് കോടിക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അമേരിക്ക തന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്, അവരുടെ ഒരുപാട് യുദ്ധവിമാനങ്ങൾ തകർന്നു പോയി.
ഇറാനെ ആക്രമിക്കാൻ പോയ യുദ്ധവിമാനങ്ങളെ ഇറാൻ തലങ്ങും വിലങ്ങും വെടിവെച്ചിട്ടു. ഇറാൻ്റെ ആക്രമണ വീര്യം കണ്ട ട്രംപ് ഗതികെട്ടിട്ടാണ് അവസാനം ഒരു വെടിനിർത്തലിലേക്ക് എത്തിയത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ട്രംപിനും ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും ഒരേപോലെ മനസ്സിലായ ഒരു കാര്യമാണ്, ഇറാനെ യാതൊന്നും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഇറാൻ്റെ മുമ്പിൽ ഡിപ്ലോമസി അല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഇറാൻ പറയുന്ന വഴിക്ക് പോവുക, അതിനപ്പുറത്തേക്ക് അവരെ ബലം പ്രയോഗിച്ചോ ഭീഷണിപ്പെടുത്തിയോ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് അവരുടെ ആത്മാഭിമാനം, അവരുടെ രാജ്യത്തിൻ്റെ സ്വയംഭരണാധികാരം, അവരുടെ സ്വാതന്ത്ര്യം, ഇതിനപ്പുറത്തേക്ക് വേറൊരു കാര്യവുമില്ല. അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ ചെന്നാൽ അത് ആര് തന്നെ ആയാലും ശരി, അവർക്കൊരു വിഷയമല്ല, അവർ ഫൈറ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഡൊണാൾഡ് ട്രംപ് അമേരിക്കയെ അപമാനിക്കാനും നാണം കെടുത്താനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇനിയും അദ്ദേഹം യുദ്ധം ചെയ്യുകയുള്ളൂ. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനതേക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞതാണ്. ട്രംപ് പുറമേ പറയുന്നതും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും തമ്മിൽ വലിയ അന്തരമുണ്ട്. ട്രംപ് പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ വീണ്ടും മാറ്റി പറയേണ്ടി വരുന്നത് പോലും അതൊക്കെ കൊണ്ട് തന്നെയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളൊരു ഭാഗത്ത് നോക്കുമ്പോൾ അമേരിക്കയെ പോലെ വലിയൊരു രാജ്യം കൂടെ നിലപാട് മാറ്റുകയാണ്, കൂടെ. എന്നാൽ ഇറാൻ മറുഭാഗത്ത് ഒരൊറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇറാന് യാതൊരു വാക്കുമാറ്റവും ഇല്ല. അവർ അന്ന് പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയുന്നു, നാളെ തന്നെ പറയും. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോംപ്രമൈസിന് അവർ തയ്യാറാകുമ്പോൾ അതിന് പകരമായിട്ട് അതിലും മികച്ച എന്തെങ്കിലും അവർക്ക് അങ്ങോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയുള്ളൂ. അല്ലെങ്കിൽ അവർ ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല. അത് ട്രംപിന് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ട്രംപ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഇപ്പോഴും എനിക്ക് അത്ര വ്യക്തതയില്ല. ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടാനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടാനില്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. ഇപ്പം വെനസ്വേലയെ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചെറിയ രാജ്യത്തെ പോലെ ഇറാനെ കീഴ്പ്പെടുത്തി അവരുടെ എണ്ണപ്പാടങ്ങളൊക്കെ സ്വന്തമാക്കാമെന്ന് ട്രംപ് അദ്ദേഹത്തിൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കില്ല. കാരണം ഇറാൻ്റെ പോരാട്ട വീര്യം എന്താണെന്നുള്ളത് വളരെ പണ്ട് തന്നെ അമേരിക്ക അറിഞ്ഞതാണ്. ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായിട്ട് ഇറാൻ മാറിയ സമയത്ത്, ആ സമയത്ത് തന്നെ, അതായത് ഇറാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ രാജ്യം പിച്ച വെച്ച് തുടങ്ങിയ അതേ സമയത്ത് തന്നെ അതിനെ അടിച്ചമർത്താൻ വേണ്ടി ഇറാഖിനെ കൊണ്ട് യുദ്ധം ചെയ്യിച്ചവരാണ് അമേരിക്കയും ഇസ്രായേലും. ഇറാഖ് ഇറാൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന രാജ്യമാണ്. കരയുദ്ധം തന്നെയാണ് നടന്നത്. അന്ന് ഇറാൻ്റെ പക്കൽ ഇന്നത്തേതുപോലെ ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ ഭരണം തുടങ്ങിയ സമയത്താണ്, ഇസ്ലാമിക് റിപ്പബ്ലിക്കായിട്ട് ഭരണം തുടങ്ങിയ സമയത്താണ് അവർക്ക് ഉപരോധം ഏർപ്പെടുത്തി ഇമ്മീഡിയറ്റായിട്ട് യുദ്ധവും ആരംഭിച്ചു. ആ യുദ്ധം 7 കൊല്ലത്തോളം നീണ്ടു നിന്നു. 7 കൊല്ലത്തോളം യുദ്ധം ചെയ്തിട്ടും അമേരിക്കയും ഇസ്രായേലും സമ്പൂർണ്ണ സപ്പോർട്ട് ഇറാഖിന് കൊടുത്തുകൊണ്ട് ഇറാഖും കൂടി ചേർന്ന് 3 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇറാനെ ഒതുക്കാൻ നോക്കിയിട്ട് ആ തുടക്ക കാലഘട്ടത്തിൽ പോലും നടന്നില്ല എന്നുള്ളത് അമേരിക്ക കണ്ടതാണ്. അവർ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ അന്ന് മുതൽ കരുതലെടുത്ത് മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഏത് സമയത്തും തങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകാം എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് അതനുസരിച്ച് യുദ്ധതന്ത്രം മെനഞ്ഞ് മുമ്പോട്ട് പോയ ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും അവരുടെ അത്യന്താധുനിക ആയുധങ്ങളെല്ലാം എടുത്ത് പ്രയോഗിച്ചിട്ടും ഇറാനെ മെരുക്കാൻ പറ്റാത്തത്. ഒരിക്കലും ഇറാനെ ഭീഷണിപ്പെടുത്തിയോ ബലം പ്രയോഗിച്ചോ യാതൊന്നും സമ്മതിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പോൾ ട്രംപിന് വളരെ വ്യക്തമായിട്ടറിയാം. നാണം കെട്ട് നിൽക്കുകയാണ് അമേരിക്ക. അതുതന്നെയാണ് എൻ്റെ സംശയം, ട്രംപിൻ്റെ ലക്ഷ്യം അമേരിക്കയെ നാണം കെടുത്തുക എന്നതാണോ എന്ന്. കാരണം അമേരിക്കയെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ഗൂഢശക്തി അമേരിക്കയിലും ഇസ്രായേലിലുമുണ്ട്. ഈ 2 രാജ്യങ്ങൾക്കെതിരെ മാത്രമാണ് ഇറാൻ നിലപാടെടുക്കുന്നത്. ഇറാൻ ഒരിക്കലും മിഡിൽ ഈസ്റ്റിലുള്ള മറ്റൊരു രാജ്യത്തിനും എതിരല്ല. ഇറാൻ ഒരു രാജ്യവുമായിട്ടും ശത്രുതയും പുലർത്തുന്നില്ല. നമ്മുടെ രാജ്യവുമായിട്ട് നല്ല ബന്ധമാണ്, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമാണ്, ചൈനയുമായിട്ട് നല്ല ബന്ധമാണ്, റഷ്യയുമായിട്ട് നല്ല ബന്ധമാണ്. ഇറാൻ ഈ രാജ്യങ്ങളോടൊന്നും യാതൊരു വിധമായിട്ടുള്ള എതിർപ്പില്ല. ഇറാഖുമായിട്ട് നല്ല ബന്ധമാണ്, പണ്ട് അവരുമായിട്ട് യുദ്ധം ചെയ്തതാണ്. അവർക്ക് പ്രശ്നമുള്ളത് 2 രാജ്യങ്ങളോട് മാത്രമാണ്, അത് അമേരിക്കയും ഇസ്രായേലുമാണ്. കാരണം അമേരിക്കയും ഇസ്രായേലിനെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ ഭരണകൂടങ്ങളല്ല, മറിച്ച് നമ്മളെപ്പോഴും പറയുന്ന ഡീപ്പ് സ്റ്റേറ്റാണ്. അപ്പോൾ ആ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ കൺട്രോളിലുള്ള അമേരിക്കയെ നാണം കെടുത്തണം, തകർക്കണം എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ ബലമായിട്ട് സംശയിക്കുന്നൊരു കാര്യമാണ്. അതിനുവേണ്ടിയാണോ അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളും പല ലോകരാജ്യങ്ങളെയും വെറുപ്പിക്കുന്ന, ഇപ്പോൾ ഒരു കാര്യവുമില്ലാതെ ഇറാനുമായിട്ട് യുദ്ധം ചെയ്ത് നാണം കെട്ട് നിൽക്കുന്ന ട്രംപ് ഇനിയും യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അമേരിക്കയെ കൂടുതൽ നാണം കെടുത്തുക. അതായത് ലോകരാജ്യങ്ങളോട് പറയുകയാണ്, ഈ രാജ്യത്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്, ഇവിടെ ഞങ്ങൾ വലിയ താവളങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇറാൻ അതെല്ലാം അടിച്ചു തകർത്ത് കണ്ടില്ലേ, ഞങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ?
പിന്നെ എന്തിനാണ് നിങ്ങൾ അമേരിക്കയെ പേടിക്കുന്നത്? ഇങ്ങനെ ഒരു സന്ദേശം അദ്ദേഹം ലോകത്തിന് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, അമേരിക്ക ഇനിയും ഇറാനെ ആക്രമിക്കാൻ തുനിയുന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ ലക്ഷ്യം അമേരിക്കയെ പരമാവധി നാറ്റിക്കുക, നാണം കെടുത്തുക, ലോകരാജ്യങ്ങളുടെ ഇടയിൽ അതിനുള്ള ഇമേജ് തകർക്കുക എന്നത് തന്നെയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ അമേരിക്ക തകർക്കാനല്ല ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ അമേരിക്ക ഉപയോഗപ്പെടുത്തി അവിടെ ഇരുന്നുകൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്ന, ലോകം മുഴുവൻ കൊള്ളയടിക്കുന്ന, ലോകത്തെ മൊത്തം തങ്ങളുടെ പരിധിയിൽ നിർത്തിയിരിക്കുന്ന കുറച്ച് ആൾക്കാരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അതിനുവേണ്ടി മാത്രമേ അദ്ദേഹം അത് ചെയ്യുകയുള്ളൂ. അദ്ദേഹത്തിന് അമേരിക്കൻ ജനതയോട് സ്നേഹമുണ്ട്, അമേരിക്കൻ ലാൻഡിനോട് സ്നേഹമുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പോംവഴിയായിട്ടാണോ അദ്ദേഹം ഈ യുദ്ധത്തെ കണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് തന്നെയാലും ശരി, ഒരു കാര്യം ഉറപ്പാണ്, ഈ പറഞ്ഞതുപോലെ ഡീപ് സ്റ്റേറ്റിനെ തകർക്കാൻ വേണ്ടിയാണ് അമേരിക്ക ഇറാനെ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ, ഇറാനുമായിട്ട് യുദ്ധം ചെയ്യുന്നതെങ്കിൽ ട്രംപ് വീണ്ടും ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾക്കെല്ലാം വളരെ വലിയ പ്രശ്നമുണ്ടാകും, ലോകത്തിന് മൊത്തത്തിൽ പ്രശ്നമുണ്ടാകും എന്ന കാരണം കൊണ്ട് അദ്ദേഹം ആ യുദ്ധത്തിൽ നിന്നും പിന്മാറിയാൽ, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നില്ല തീരുമാനിച്ചാൽ, അടുത്തായിട്ട് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഇറാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്ന കണ്ടീഷൻസ് ഭൂരിപക്ഷവും അംഗീകരിച്ചുകൊണ്ട് യുദ്ധം നിർത്തുന്നതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടും ഒരു കണ്ടീഷൻസും അംഗീകരിക്കാതെ അമേരിക്കയ്ക്ക് ഇവിടെ നിന്നും തിരിച്ചു പോകേണ്ടി വരും. അങ്ങനെ തിരിച്ചു പോകുന്നത് പോലും ഇറാൻ്റെ വിജയമാണ്. അതായത് ഇപ്പോൾ ഒരു ഡീൽ ഉണ്ടാക്കാൻ വേണ്ടി ട്രംപ് ശ്രമിക്കുന്നു. ഡീൽ ഉണ്ടാക്കിയില്ലെങ്കിൽ യുദ്ധമെന്നാണ് പറഞ്ഞത്. അപ്പം ഡീലും ഉണ്ടാകുന്നില്ല, യുദ്ധവും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആർക്കാണ് നാണക്കേട്? അമേരിക്കയ്ക്ക് തന്നെയാണ് നാണക്കേട്. ഒരു യുദ്ധമുണ്ടായി തോൽക്കുന്നത് പോലെ തന്നെയുള്ള ഒരു വലിയ നാണക്കേടാണ് അമേരിക്കയ്ക്ക് അപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോഴും അമേരിക്കയ്ക്ക് ഇത്രയൊക്കെ പറ്റൂ, ഇതിനപ്പുറമൊന്നും അമേരിക്കയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും അദ്ദേഹം ലോകത്തെ കാണിച്ചു കൊടുക്കുകയാണ്. അതിനുവേണ്ടി ആയിരിക്കണം അദ്ദേഹം ശ്രമിക്കുന്നത്. അതല്ല നമ്മൾ കരുതുന്ന പോലെ ട്രംപിന് ഭ്രാന്താണ്, ട്രംപ് ഇറാനെ വെറുതെ പോയി ആക്രമിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻസ് അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എങ്കിൽ ഒരിക്കലും അത് സംഭവിക്കാൻ പോകുന്നില്ല. ഒരിക്കലും അത് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ട്രംപിനറിയാം. അത് മാത്രമല്ല, ഇനിയും ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇന്ത്യക്കാർ ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ മൂലകാരണം യുദ്ധമൊന്നും അല്ലെങ്കിലും ഞാൻ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ ദീർഘവീക്ഷണമില്ലായ്മ, കഴിവുകേട്, അവരുടെ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഓയിലിൻ്റെയും ഗ്യാസിൻ്റെയും ഒക്കെ പ്രശ്നമുണ്ടായിട്ടുള്ളത്. അതേക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിനോട് പറയുന്നില്ല. പക്ഷേ യുദ്ധം നമുക്ക് കുറച്ചൊക്കെ ആഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ യുദ്ധം ഇനിയും തുടർന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം വളരെ അധികമായിട്ട് ബാധിക്കപ്പെടും. കാരണം സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് പറ്റിയ തിരിച്ചടി എന്തിൻ്റെ തോളിൽ കൊണ്ടുവെക്കും എന്നാലോചിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇരുന്നപ്പോഴാണ് യുദ്ധമുണ്ടായത്. അതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് യുദ്ധം മൂലമാണ് എന്നുള്ളത് ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. നമ്മുടെ ജനങ്ങൾ വിശ്വസിച്ചു. ഇനി യുദ്ധം കുറേ കൂടി മൂത്ത് കഴിഞ്ഞാൽ, രൂക്ഷമായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറേയേറെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമില്ലായ്മ കൊണ്ടും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ആൾക്കാരുടെ കഴിവുകൾ കൊണ്ടും ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ മൊത്തം ഈ യുദ്ധം കൊണ്ടുണ്ടായതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കൈ കഴുകാൻ പറ്റും. പക്ഷേ അനുഭവിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും. ഈ യുദ്ധമില്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാൻ എക്സ്ക്യൂസ് ഇല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജനങ്ങളെ കയ്യിലെടുത്തെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ യുദ്ധം നരേന്ദ്രമോദിക്ക് ഒരു സഹായമായിട്ടും നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് വലിയൊരു പ്രശ്നമായിട്ടും അങ്ങനെ മാറും. എന്തായാലും ശരി, ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ട്രംപ് ഇനിയും യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അമേരിക്കയെ കൂടുതൽ നാണം കെടുത്തുക, ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അമേരിക്ക ഒരു വിലയുമില്ലാത്ത രാജ്യമായിട്ട് മാറുക എന്നുള്ള ലക്ഷ്യം വെച്ച് മാത്രമായിരിക്കും. എന്നാൽ അങ്ങനെ ഒരു യുദ്ധത്തിന് അദ്ദേഹം ഇറങ്ങിപ്പുറപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ പോലും, ഞാൻ പറഞ്ഞല്ലോ, മിഡിൽ ഈസ്റ്റിലുള്ള നിരവധി രാജ്യങ്ങൾ, മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ശല്യപ്പെടുത്താതെ ഇയാളുടെ വണ്ടിയും വെള്ളം എടുത്തുകൊണ്ട് പോ എന്ന് പറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.